ഹായ്, അപ്പോൾ മനസ്സിലാക്സിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ അടുക്കളയിൽ നിന്ന് രണ്ടാൾ നല്ല തിരക്കിലാണ്. അപ്പം നമുക്ക് അടുക്കളയിലൊന്ന് പോയി നോക്കിയാലോ? വായോ മാ മാ വിഷുവായിട്ട് എന്താ ചെയ്യുന്നേ? കുറച്ച് പണിയുടെ തിരക്കാ. എന്താ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്? ഇഡ്ഡലിയും സാമ്പാറുവാ. അപ്പോൾ ഇഡ്ഡലി ആകുന്നുണ്ട്. ആയത് ഇവിടെ ഉണ്ട്. പിന്നെന്താ? പഴം പുഴുങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെന്താ? പിന്നെ ഇഡ്ഡലി സാമ്പാറിന് ഉള്ള കഷ്ണങ്ങളും മുറിക്കുന്നുണ്ട്. എന്നാ പരിപാടി? സാമ്പാറിൻ്റെ കഷ്ണം മുറിക്കും. എന്താക്കാൻ പോവാ? തേങ്ങ വറുത്തെടുക്കാൻ. തേങ്ങ വറുത്തരച്ച് സാമ്പാർ. തേങ്ങ വറുത്തരച്ച സാമ്പാറാണോ ഉണ്ടാക്കാൻ പോകുന്നത്? വിഷുവായിട്ട് എന്നാ പരിപാടി? ഒരു പരിപാടിയും ഇല്ലേ? ഇതെന്തിനാ കറിവേപ്പില ഇട്ടത്? ഇടുന്നൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ വറുത്തരച്ചിട്ട് വെക്കുന്നതല്ലേ. പിന്നെ 2 കഷ്ണം ചെറിയ ഉള്ളി, ഒരു കഷ്ണം വെളുത്തുള്ളി ഒക്കെ ഇടും. വിഷുവായിട്ട് ഒരു പരിപാടിയും ഇല്ലേ? ഞാൻ നേരത്തെ ചോദിച്ചതിന് ഉത്തരം തന്നില്ലല്ലോ. എന്ത് പരിപാടിയാവൻ? നമ്മൾ പൊടിക്കല്ലിൽ ചിന്നും എന്നിട്ട് ഇങ്ങനെ കെട്ടിക്കും. അതാണ് അവൻ്റെ പരിപാടി. അപ്പം ഈ ഇഡ്ഡലി കുട്ടന്മാരെ നമുക്ക് ഇങ്ങോട്ട് എടുക്കാം കേട്ടോ. ഹായ്, നിങ്ങൾ ചൂട് പോകുന്നത് കണ്ടു ഗൈസ്. ഒരു ഇഡ്ഡലി കുട്ടന്മാരെ നമ്മൾ ഇറക്കിയിരിക്കുകയാണ്. ഇനി എന്താക്കാൻ പോവാ? ഇനി അടുത്തത് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കണം. അപ്പോഴല്ലേ ഇത് ആയി വരുള്ളൂ. ഇവിടെ ഇഡ്ഡലിയോട് ഇഷ്ടമുള്ള ഒരാളുണ്ട് കേട്ടോ. ഇഡ്ഡലി എത്ര കൊടുത്താലും കഴിച്ചോ. ആളിപ്പോൾ ഇവിടെ ഇല്ല, പുറത്ത് പോയിട്ടാണ്. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയ ഒച്ച ഉണ്ടാവും കേട്ടോ. അത് വാഷിംഗ് മെഷീനിൽ തുണി തിരിയുന്നുണ്ട്, അതിൻ്റെയാണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. നമ്മുടെ വീടുകളിൽ എപ്പോഴും ഉള്ള സംഭവം തന്നെയല്ലേ. നമ്മൾ പെണ്ണുങ്ങൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ 4 കൈ വെച്ചാലും അവരുടെ അടുക്കളപ്പണി തീരുമില്ല. എല്ലാം ചെയ്തെടുക്കണ്ടേ നമ്മൾ. അപ്പോൾ എത്ര കൈ ഉണ്ടെങ്കിലും തികയാത്ത അവസ്ഥയാണ് രാവിലെ ആവുമ്പോൾ. ഇല്ല, ഇത് നന്നായിട്ട് മൂത്ത് വരണം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ മാർക്കറ്റിൽ സാധനം മേടിക്കാൻ പോയപ്പം മുരിങ്ങക്കായുടെ ഒരു കെട്ടെടുത്ത് അവിടുത്തെ ആൾക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ പുള്ളി അത് തന്നില്ല കേട്ടോ. എന്നിട്ട് ഞാനിപ്പോൾ രാവിലെ വീണ്ടും മേടിക്കാൻ പറഞ്ഞിട്ട് വിട്ടതാണ്. അവർ വെക്കാൻ മറന്നു പോയത്. അത്രയും തിരക്കുണ്ടായിരുന്നല്ലോ. തിരക്ക് സമയത്ത് അവരെ കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല. അപ്പോൾ ഇനി ഇവന്മാരെ കഷ്ണങ്ങളാക്കണം. അപ്പോഴേ നമ്മൾ തേങ്ങ മൂത്തപ്പം ഇതിൻ്റെ അകത്തോട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് സാമ്പാർ മസാല എല്ലാം കൂടി ചേർത്തിട്ടുണ്ട്. അത് കാണിക്കാൻ വിട്ടുപോയി. പിന്നെ മാത്രമല്ല, അതൊക്കെ നിങ്ങളുടെ അളവിനനുസരിച്ചിട്ട് നിങ്ങൾ എടുത്തോളൂ കേട്ടോ. ഇനി ജസ്റ്റ് ഇതൊന്ന് മൂപ്പിച്ച് കുറച്ച് തണുത്ത് വരുമ്പോൾ നമുക്ക് അരച്ചിട്ട് സാമ്പാറാക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഗൈസ്, ഒരാൾ അവിടുന്ന് ചോക്ലേറ്റ് തിന്നാണ്. ഗൈസ് വേണ്ട, എന്തോ ഒരു പൈപ്പിൻ്റെ സാധനം കണ്ടാണ്. അപ്പോഴത്തേക്ക് ഒരാൾ പൊങ്ങി നോക്കുവാണ്. ഗൈസ്, അപ്പുറത്തെ വ്യൂ ഇതാണേ. ഇവിടുന്ന് ഒരാളുടെ ഫോണൊക്കെ നോക്കുന്നുണ്ട്. കണ്ടേ, കാന്താരിക്കുട്ടന്മാരെ ഇതൊക്കെ. ഗൈസ്, വന്ന് നമ്മുടെ കസേരയിൽ വരെ ഇവൻ്റെ ഇരുത്തമായി. ഗൈസ്, കിടന്നിട്ടാണ് ആളെ കളിയൊക്കെ. എന്താ ഈ ഒരു സാധനം വെച്ചാണ് ലിയോപ്പൻ്റെ കളി അല്ലേ? കളിച്ചത് മതിയായോ? മുട്ട ഇട്, നമ്മുടെ പേരിക്കിട് മുട്ട ഇട്. സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഞാൻ കുറച്ച് പുളി പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട് കേട്ടോ. അത് കാണിക്കാൻ വിട്ടുപോയി. പിന്നെ അത് മാത്രമല്ല, ഇതിൻ്റെ അകത്തേക്ക് ഇനി അരപ്പൊക്കെ കൂട്ടി കടുകൊക്കെ പൊട്ടിച്ച് നമുക്ക് എടുത്ത് വെച്ചിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതുണ്ടോ,
ഇവിടെ കാപ്പി തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. എനിക്ക് കട്ടൻ കാപ്പി കുടിക്കാവുന്നതാണ് ഇഷ്ടം രാവിലെ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കാപ്പി തിളപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് അരപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മളല്ല, ഞാൻ ഇന്ന് കുറച്ചധികം കറിയുടെ ആവശ്യമുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇതിങ്ങനെ നിങ്ങൾക്കിങ്ങനെ തോന്നുന്നത്. അപ്പം നമുക്ക് കാപ്പി അങ്ങ് ഓഫാക്കാം. കാപ്പിയുടെ ഇനി നമുക്കൊരു കടായി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് പിന്നെ അത് ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒഴിച്ച് സാമ്പാറിനൊന്ന് വറുത്തിടാം കേട്ടോ. വറുക്കാനെന്ന് പേരിന് ഇങ്ങനെ ഒന്നുമില്ല. കടുക്, പിന്നെ ചെറിയുള്ളി, വറ്റൽമുളക്, കറിവേപ്പില, ഇത്രയേ ഉള്ളൂ. ഇതിനെല്ലാം കൂടെ മൂപ്പിച്ചിട്ട് നമുക്ക് ആ സാമ്പാറിൻ്റെ അകത്തേക്ക് അങ്ങ് തട്ടാം അല്ലേ. എണ്ണ ചൂടായി വരട്ടെ അല്ലേ. എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കടുക് അങ്ങ് ഇടുക. കടുക് കിട്ടു കിട്ടു കിട്ടുകിടാന്ന് പറഞ്ഞിട്ട് പൊട്ടും. എങ്ങനെ കിട്ടു കിട്ടുകിടാ? എങ്ങനെ? ഉർവശീൻ്റെ അച്ചുവിൻ്റെ അമ്മയിൽ ഉർവശി എന്നിട്ട് പറയുന്നൊരു സിനിമ, ഒരു ഇതില്ലേ, കടുകുറ കടുകുറ കടുകുറ. അച്ചുവിൻ്റെ അമ്മ തന്നെയല്ലേ അത് സിനിമ? ഓർമ്മയില്ല വയസ്സ്. ഇതിങ്ങനെ പൊട്ടണം എൻ്റെ ഭംഗി ഒച്ച കേൾക്കാൻ വേണ്ടിയിട്ട്. നമ്മളിങ്ങനെ ഓരോ കുരുത്തക്കേട് ഒപ്പിക്കും ഓരോ സമയത്ത്. അതൊക്കെ നമ്മൾ ചെയ്യുന്ന കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല. കടുകൊക്കെ പൊട്ടി. കടുക് ഇങ്ങനെ ഇനി ചീറ്റിക്കൊണ്ടിരിക്കുന്ന കടുകും ഉണ്ട്. ഗ്യാസിൽ നമുക്ക് അതിൻ്റെ അകത്തേക്ക് കുറച്ച് ചെറിയ ഇത്തിരി കറിവേപ്പില, പിന്നെ വറ്റൽമുളക്, കഴിഞ്ഞു. ഫിനിഷ്. എൻ്റെ കയ്യിലൊക്കെ തെറിക്കുന്നു. നിങ്ങൾ വിചാരിക്കേ ഒരു കുക്കർ സാമ്പാറുണ്ട് എന്നല്ലേ. ഇതെന്ത് സംഭവം എന്നറിയാമോ? ഞാൻ 2 ദിവസത്തേക്ക് ആക്കിയതാണ്. കാരണം ഇവിടെ ഇഡ്ഡലിയും ദോശയൊക്കെ ആക്കുന്ന സമയത്ത് സാമ്പാർ കൂട്ടാൻ കൊതിയുള്ള ഒരാളുണ്ട്. ആൾക്ക് നല്ല രീതിയിൽ സാമ്പാർ വേണം. അതും കുറച്ച് ലൂസായിട്ട് ഇരിക്കുകയും ചെയ്യണം. അതുകൊണ്ടാണ് കേട്ടോ. ചിലർക്ക് നല്ല കുറുകിയ ടൈപ്പായിരിക്കും ഇഷ്ടം. പക്ഷെ എനിക്കും കുറച്ച് ചാറ് ലൂസായ ടൈപ്പാണ് ഇഷ്ടം. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഇരിക്കുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ അകത്തോട്ട് കടുക് വറുത്തത് ഇട്ട് കൊടുക്കാം. നല്ല ഒച്ച വരും. ഇതെന്നിട്ട് ഇതൊക്കെ ഇട്ട് കുക്കർ മൂടി വെക്കും. എന്നിട്ട് നമ്മൾ ഈ മണം അങ്ങ് പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുക്കറിനെ അങ്ങോട്ട് മൂടി വെക്കാം കേട്ടോ. ഇനി കഴിഞ്ഞാൽ ഇനി നമ്മളിത് മേശയിൽ എടുത്ത് വെക്കുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. ഫൈനൽ സ്റ്റേജ്. അപ്പോൾ ഇതുണ്ടാവും നല്ല പൂവ് പോലത്തെ ഇഡ്ഡലിയും സാമ്പാറുമാണ്. അപ്പം നമ്മൾ ഇതൊക്കെ കൂട്ടിയിട്ട് കഴിക്കട്ടെ കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ്. സമയം 10:15. വേറെ കുറച്ച് പണിയും കൂടി ഉണ്ട്. അപ്പോൾ ഇതൊരു കുഞ്ഞു വീഡിയോ ആണ്. വീഡിയോ